കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കൃപാസന മാതാവിൻ്റെ വലിയ ഒരു അനുഗ്രഹം, അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ പേര് ബിജോ എന്നാണ്. ഇതെൻ്റെ വൈഫാണ്. ഞങ്ങൾ രണ്ടുപേരും കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. 2017 എൻ്റെ കല്യാണം കഴിഞ്ഞത്. എല്ലാവരുടെയും ആഗ്രഹം എന്നപോലൊരു കുഞ്ഞ് എന്നൊരാഗ്രഹമായിരുന്നു ഞങ്ങൾക്കും. 3.5 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ ടെസ്റ്റ് ചെയ്തു, ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ നോക്കാൻ ട്രൈ ചെയ്യുക എന്നാണ് അവർ പറയുന്നത്. കുറച്ച് മരുന്നുകളും ഇഞ്ചക്ഷനും ഒക്കെ തന്നു, ഹോർമോണൽ ഇഞ്ചക്ഷൻസൊക്കെ. അതൊക്കെ എടുത്തു. എന്നിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവർ പറഞ്ഞു, നമുക്കിനി IVF ഉള്ളൂ നമ്മുടെ മുന്നിലൊരു മാർഗം, മറ്റ് പോസിറ്റീവ് ഒന്നും കാണാത്ത സ്ഥിതിക്ക് ഇനി IVFിലോട്ടൊക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളിച്ചിരി വിഷമിച്ചു. അങ്ങനെയാണ് എൻ്റെ പപ്പ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഈ കൃപാസന സന്നിധിയിൽ വന്നിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച്, ഉടമ്പടിയുടെ ആ ഒരു എനിക്കൊന്ന് 12/11/2021 പപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ആ മാസം ഏതാണ്ട് 25 അടുത്ത് ഞങ്ങൾ സാധാരണ പീരീഡ്സിൻ്റെയൊക്കെ സമയം നമ്മൾ അങ്ങനെ നോക്കാറില്ല, കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നമുക്കിതൊന്നും പോസിറ്റീവ് അല്ലായിരുന്നു. പക്ഷേ ഈ വർഷം എന്തോ ഭാര്യ പറഞ്ഞു നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. 25/11/2021 തന്നെ, ആ മാസം തന്നെ ഞങ്ങൾ രാവിലെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് വന്നു. ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ. ഞങ്ങൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു ഉദരത്തിലൊരു ആരോഗ്യമുള്ള അല്ലെങ്കിൽ വളരെ ഇതരപിടിപ്പുള്ള ഒരു കുഞ്ഞ് ഉദരം കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര അത്ഭുതം തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അങ്ങനെ ജൂലൈ, അതായത് 22 ജൂലൈ 2022 ആരോഗ്യവതിയായ ഒരു മോളെ ദൈവം അല്ലെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് നോർമൽ ഡെലിവറിയിലൂടെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ ഒരു സാക്ഷ്യം ഇവിടെ വന്ന് ഞങ്ങൾ പറയണമെന്ന് പപ്പയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഈ സന്നിധിയിൽ വന്ന് ഈ ഒരു സാക്ഷ്യം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതിന് നന്ദിയായിട്ട് മകൾക്ക് ഞങ്ങൾ മറിയം എന്നതിനാണ് പേരിട്ടിരിക്കുന്നത്.